കാസർഗോഡ് പ്രവാസി വ്യവസായി MC അബ്ദുൽ ഗഫൂറിന്റെ കൊലപാതകത്തിൽ 26 പവൻ സ്വർണം കൂടി പോലീസ് കണ്ടെടുത്തു. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് കാസർഗോഡ് ഒരു ജുവലറിയിൽ നിന്ന് സ്വർണം കണ്ടെടുത്തത്. 596 പവൻ സ്വർണമാണ് മന്ത്രവാദിനി ഉൾപ്പെടെയുള്ള സംഘം ഗഫൂർ ഹാജിയിൽ നിന്ന് തട്ടിയെടുത്തത്. പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി MC ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തിയ കേസിൽ മന്ത്രവാദിനി ഷമീമ എന്ന ജിന്നുമ ഉൾപ്പെടെ 4 പ്രതികളെയും കഴിഞ്ഞ ദിവസമാണ് കോടതി 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്ന് 26 പവൻ സ്വർണം കൂടി കണ്ടെടുക്കാൻ പോലീസിന് കഴിഞ്ഞു. തട്ടിയെടുത്ത സ്വർണം കാസർഗോഡ് നഗരത്തിലെ ഒരു ജുവലറിക്ക് വിറ്റതായി സംഘം ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി. തുടർന്ന് ജുവലറിയിൽ നടത്തിയ പരിശോധനയിൽ സ്വർണം കണ്ടെടുക്കുകയായിരുന്നു. നേരത്തെ മറ്റൊരു ജുവലറിയിൽ വിൽപ്പന നടത്തിയ 29 പവൻ സ്വർണം അന്വേഷണ സംഘം കണ്ടെടുത്തിരുന്നു. ഇതോടെ 55 പവൻ സ്വർണം അന്വേഷണ സംഘം കണ്ടെത്തി. ഷമീമയും ഭർത്താവും ചേർന്നാണ് സ്വർണം വിൽപ്പന നടത്തിയതെന്നും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. 2023 ഏപ്രിൽ 14-നാണ് ഗഫൂർ ഹാജിയെ തലഭിത്തിയിലിടിച്ച് കൊലപ്പെടുത്തിയത്. സ്വാഭാവിക മരണമെന്ന് കരുതി സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടത്തിയെങ്കിലും സ്വർണം നഷ്ടപ്പെട്ടതോടെ സംശയം തോന്നിയ മകൻ ബേക്കൽ പോലീസിൽ നൽകിയ പരാതിയാണ് കേസിൽ വഴിത്തിരിവായത്. സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. കേരളത്തിന് പുറമെ കർണാടകത്തിലും മന്ത്രവാദത്തിന്റെ പേരിൽ നിരവധി പേരെ ഇവർ തട്ടിപ്പിനിരയാക്കിയതായാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. കൈവശമുള്ള സ്വർണം ദുർമന്ത്രവാദത്തിലൂടെ ഇരട്ടിപ്പിക്കാനാകുമെന്ന് വിശ്വസിപ്പിക്കുകയും അതിനായി രഹസ്യപൂജ നടത്തണമെന്ന് പറഞ്ഞുമാണ് തട്ടിപ്പ് നടത്തിയത്. നേരത്തെ ഹണി ട്രാപ്പ് കേസിൽ ഉൾപ്പെടെ ഷമീമ അതിസമ്പന്നന്മാരെ കണ്ടെത്തിയാണ് കൂടുതൽ തട്ടിപ്പ് നടത്തിയിരുന്നത്. ന്യൂസ് 18 കാസർഗോഡ്.